നമുക്ക് തിരുവമ്പാടി മഠത്തിൽ വരവിന്റെ വിശേഷങ്ങളോടുകൂടി തുടങ്ങാം. ഈ മണിക്കൂർ പൂരാവേശ കാഴ്ചകൾ. റഹീം, മഠത്തിൽ വരവിന്റെ വിശേഷങ്ങളിലേക്ക് എത്താം. ആദ്യം ലെവലിലേക്ക് പോവുകയാണ്. കാരണം ചെമ്പുക്കാവ് ഭഗവതിയുടെ അവിടെ വടക്കുനാഥന്റെ മണ്ണിലേക്ക് എത്തി. അവിടെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് എത്തിയത്. ലെവിൻ, സേതു, വടക്കുനാഥനെ വന്ന് തൊഴുത് ചെമ്പൂക്കാവ് ഭഗവതി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ചെമ്പൂക്കാവിൽ നിന്നും ഇന്ന് പുറപ്പെട്ട എഴുന്നള്ളിത്ത് വടക്കുനാഥനിലേക്ക് എത്തി. വലിയ ആവേശത്തോടു കൂടിയും വലിയ ഭക്തിയോടുകൂടിയും ജനങ്ങൾ ആ ചടങ്ങുകളുടെ ഭാഗമാകുന്നു. പൂരപ്രേമികൾ ആ ചടങ്ങുകളുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. തലയെടുപ്പുള്ള കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആ തിടമ്പേറ്റി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അത് കാണാൻ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറത്തു നിന്നുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ 4 അതിരുകളിലുമായുണ്ട്. തെക്കേ ഗോപുരനട തൊട്ടടുത്തേക്കാണ് ഇപ്പോൾ രാമനും മറ്റ് ആനകളും അടങ്ങുന്ന എഴുന്നള്ളിപ്പിൻ്റെ സംഘം എത്തിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങും. തെക്കേ ഗോപുരനട വഴി ഇറങ്ങുന്ന ഈ രാമനെ കാണാൻ പുറത്ത് വലിയൊരു ജനസംഖ്യ കാത്തു നിൽക്കുന്നതായി നേരത്തെ പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞിരിക്കുന്നു. അവരുടെ ആ കാത്തിരിപ്പിൻ്റെ വിരാമത്തിലേക്ക് എത്തുകയാണ്. അല്പസമയങ്ങൾക്കകം ഇവിടെ ചില ചടങ്ങുകൾ കൂടി പൂർത്തീകരിച്ച് തെക്കേ ഗോപുരനട വഴി രാമൻ പുറത്തിറങ്ങും. തിരികെ ചെമ്പൂക്കാവിലേക്ക് മടങ്ങും. പക്ഷേ ആവേശകരമായ അനുഭവം എന്നുള്ള നിലയിലാണ് ഇതിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ. ഭക്തിക്കൊപ്പം തന്നെ ആവേശവും ആഘോഷവും ഒത്തുചേരുന്ന ചടങ്ങാണ് പൂരം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായി പറയേണ്ടതില്ല. ആവേശവും ആഘോഷവും ഭക്തിക്കൊപ്പം തന്നെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലേക്ക് എത്തിയ പൂരപ്രേമികൾ. തൃശ്ശൂർ ജനതയ്ക്കപ്പുറത്തു നിന്നും വലിയ ഒരു ജനസഞ്ചയം മറ്റ് നാടുകളിൽ നിന്നും പൂരം കൂടാൻ എത്തിയിരിക്കുന്നു. അവരൊക്കെ കാത്തിരിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത, പൂരത്തെ മാറ്റി നിർത്തിയാൽ, രാമനെ മാറ്റി നിർത്തിയാൽ പൂരമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു കൂട്ടം ആനപ്രേമികളുണ്ട്. അങ്ങനെ അവരൊക്കെ കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് എത്തുന്നത്. നേരത്തെ ചെമ്പൂക്കാവ് ദേവിയുടെ തിടമ്പേറ്റി ആന അല്ലെങ്കിൽ എഴുന്നള്ളിത്ത് രാവിലെ 7 മണിയോടുകൂടിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്, ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ 9 മണിയോടുകൂടി വടക്കുന്നാഥ സന്നിധിയിലെത്തി. അതായത് വെയിൽ മൂക്കുന്നതിന് മുൻപ്, കണിമംഗലം ശാസ്താവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത്, മഞ്ഞും വെയിലും ഏൽക്കാതെയാണ് ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് ആദ്യം എത്തുന്നതെങ്കിൽ തൊട്ട് പിന്നാലെ പുറപ്പെടുന്ന ചെമ്പൂക്കാവ് ഭഗവതി വെയിൽ മൂക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വെയിൽ ഉച്ചസ്ഥായിലാകുന്നതിന് മുൻപ് വടക്കുന്നാഥനെ കണ്ട് മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 7 മണിയോടുകൂടി ഇറങ്ങി പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് കിഴക്കേ നടയിലേക്ക് എത്തിയത്. കിഴക്കേ ഗോപുരനട വഴി അല്പസമയങ്ങൾക്ക് മുൻപാണ് ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിനുള്ളിലേക്ക്, വടക്കുന്നാഥനുള്ളിലേക്ക് പ്രവേശിച്ചത്. വടക്കുന്നാഥനുള്ളിലെത്തിയപ്പോൾ ആ മേളത്തിൻ്റെ സ്വഭാവം മാറുകയാണ്, മേളത്തിൻ്റെ കാലം മാറുകയാണ്. ഇവിടെ ഇതുവരെ പഞ്ചവാദ്യമായിരുന്നെങ്കിൽ ഇനി പാണ്ടിമേളമായിരിക്കും കൊട്ടുക. അങ്ങനെ പാണ്ടിമേളം കൊട്ടിക്കയറി ആ വടക്കുന്നാഥനിൽ നിന്ന് തിരികെ മടങ്ങുന്ന ഒരു പതിവ് രീതിയാണ്, അല്ലെങ്കിൽ പൂരം ചിട്ടപ്പെടുത്തിയത് ആ നിലയിലാണ്. ഓരോ പൂരത്തിനും വരവിനും, ഓരോ കടകപൂരങ്ങളുടെ വരവിനും ഓരോ മേളവും ഓരോ മേള രീതികളുമുണ്ട്. അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ കൂടി തന്നെയാണ്. കണിമംഗലം ശാസ്താവ് ത്രിപുടമേളത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്നത്. സ്വരാജ് റൗണ്ടിലെത്തി അവിടെ എത്തുമ്പോൾ ഇലഞ്ഞിത്തറയിൽ പ്രവേശിക്കുമ്പോൾ പാണ്ടിമേളമായി ശാസ്താവിനൊപ്പമുള്ള മേളം മാറുന്നു. 2ാം വരവ് പനമുക്കുംപള്ളി ശാസ്താവാണ്. പനമുക്കുംപള്ളി ശാസ്താവ് ഇറങ്ങുന്നത് പഞ്ചവാദ്യത്തോടു കൂടിയാണ്. വടക്കുന്നാഥനിലെത്തി ഇറങ്ങുമ്പോഴും പഞ്ചവാദ്യം തന്നെയായിരിക്കും പനമുക്കുംപള്ളിക്കാവ് ശാസ്താവിനുള്ളത്. ചെമ്പൂക്കാവ് ഭഗവതി പഞ്ചവാദ്യവും പാണ്ടിമേളവും കൊട്ടിയാണ് വടക്കുന്നാഥനിൽ തിരികെ പോകുന്നത്. പിന്നീട് വരുന്നത് കാരമുക്ക് ക്ഷേത്രമാണ്. മേളപ്പൊരുക്കം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ക്ഷേത്രമാണ്, ഘടകക്ഷേത്രമാണ് കാരമുക്ക് ഭഗവതി ക്ഷേത്രം. 7 മണിയോടുകൂടി കുളശ്ശേരി അമ്പലത്തിൽ, കാരമുക്ക് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി കുളശ്ശേരി ക്ഷേത്രത്തിൽ എത്തി നടപ്പാണ്ടി കൊട്ടിയാണ് അവിടെ നിന്നും എഴുന്നള്ളിത്ത് ആരംഭിക്കുക. നടപ്പാണ്ടി കൊട്ടി പിന്നീട് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുമ്പോൾ പാണ്ടിമേളത്തിലേക്ക് എത്തുന്നു. പാണ്ടിമേളത്തിൽ എത്തി വടക്കുന്നാഥനെ തൊഴുത് മടങ്ങിയാണ് തെക്കേ ഗോപുര നട ഇറങ്ങി കാരമുക്ക് ഭഗവതി പോകുന്നത്. ലാലൂർ ക്ഷേത്രത്തിൽ പുറപ്പെടുമ്പോൾ അവിടെ പാണ്ടിമേളത്തോടു കൂടിയാണ് വരുന്നത്. വരാം. ആ മേളം അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം, അവിടുത്തെ കാഴ്ചകളിലേക്ക്.
കൊട്ടിക്കയറുന്നു. തൃശ്ശിവപ്പേരൂരിൽ ഘടകപൂരങ്ങൾ ഒഴുകിയെത്തുകയാണ് തൃശ്ശൂരിലേക്ക്, തൃശ്ശൂർ പൂരത്തിലേക്ക്. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തി. മറ്റ് ഘടകപൂരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ മഠത്തിൽ വരവ് നടക്കുന്നു തിരുവമ്പാടിയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഒരു ദേശം ഒന്നാകെ ആ ആവേശത്തിൽ അലിഞ്ഞ് തീരുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.